യു ആർ വാട്ട് യു റിപ്പീറ്റഡ്ലി ഡു. ഒരു പക്ഷേ ഇത് നിങ്ങളുടെ ഒരു ലൈഫ് ചേഞ്ചിങ് വീഡിയോ ആയിരിക്കാം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഹാബിറ്റ്സിനെ പറ്റിയാണ്, ശീലങ്ങളെ പറ്റിയാണ്. ഹൗ ടു ബ്രേക്ക് ബാഡ് ഹാബിറ്റ്സ് ആൻഡ് ബിൽഡ് ഗുഡ് വൺസ്, ബേസ്ഡ് ഓൺ ദ ബുക്ക് ആറ്റമിക് ഹാബിറ്റ്സ് ബൈ ജെയിംസ് ക്ലിയർ. സം ഇമ്പോർട്ടൻറ്റ് കീ പോയിന്റ്സ് ആണ് നമ്മൾ ഈ ബുക്കിൽ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ടൈനി ചേഞ്ചസ് റിമാർക്കബിൾ റിസൾട്ട്സ് എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ അത് റിമാർക്കബിൾ റിസൾട്ടിലേക്ക് എത്തിക്കുമെന്നാണ് ജെയിംസ് ക്ലിയർ പറയുന്നത്. അതായത് നമ്മൾ ഓരോ ദിവസവും 1% ബെറ്റർ ആയാൽ ഒരു വർഷത്തിൽ നമ്മൾ 37% ബെറ്റർ ആവും. അതേപോലെ തന്നെയാണ് ബാഡ് ഹാബിറ്റ്സിൻ്റെ കേസസിലും. ഇപ്പം നിങ്ങൾക്ക് ചില ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യണമെന്ന് വിചാരിക്കാം, ലൈക്ക് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ രാവിലെ നേരത്തെ എണീക്കണം. ഇങ്ങനെയുള്ള ഹാബിറ്റൊക്കെ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ പോയിട്ട് 3-4 മണിക്ക് എണീക്കുകയും അതേപോലെ തന്നെ 10 kg വെയിറ്റ് ലിഫ്റ്റിംഗ് ഇതൊന്നും അല്ല ചെയ്യേണ്ടത്. നമ്മൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് ജിമ്മിലൊക്കെ പോയി ഒന്ന് വാമപ്പ് ചെയ്യുക. രാവിലെ നമ്മൾ എപ്പോഴും എണീക്കുന്നതിനേക്കാളും ഒരു 30 minutes ബിഫോർ മുമ്പ് എണീക്കുക. ഇങ്ങനെയൊക്കെ ചെറിയ സ്റ്റെപ്പ് പ്രോഗ്രസ് നടത്താം. പയ്യെ പയ്യെ ഇതിൻ്റെയൊക്കെ ഡ്യൂറേഷൻ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ സെക്കൻഡ് പോയിൻ്റാണ് ഫോക്കസ് ഓൺ പ്രോസസ് ഇൻസ്റ്റെഡ് ഓഫ് ഗോൾസ്. നമുക്ക് നമ്മൾ തന്നെ സെറ്റ് ചെയ്യുന്ന ബൗണ്ടറീസാണ് ഈ പറഞ്ഞ ഗോൾസ് എന്നുള്ളതൊക്കെ. അപ്പോൾ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോസസ്സിലൂടെയാണ് കൂടുതൽ ടൈമും കടന്നു പോകുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ നമ്മുടെ പ്രോസസ്സിനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് നോക്കേണ്ടത്. ദ ലെജൻഡറി MS ധോണി പറയുന്ന പോലെ തന്നെ റിസൾട്ട്സ് ആർ നോട്ട് ഇൻ അവർ കൺട്രോൾ ബട്ട് ദ പ്രോസസ് ഈസ്. സോ ഫോക്കസ് ഓൺ യുവർ പ്രോസസ്. നെക്സ്റ്റ് പോയിൻ്റാണ് ആറ്റമിക് ഹാബിറ്റ്സ് ബുക്കിൽ തന്നെ ജെയിംസ് ക്ലിയർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയുന്നത്. ഗുഡ് ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യണമെങ്കിലും ബാഡ് ഹാബിറ്റ്സ് ബ്രേക്ക് ചെയ്യണമെങ്കിലും ഈ 4 കാര്യങ്ങൾ സംഭവിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. വിച്ച് ഈസ് മേക്ക് ഇറ്റ് ഓബ്വിയസ്. അതായത് നമുക്കെപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈസി ആയിട്ട് ചെയ്യാന്നുള്ളതാണ്. ദെൻ മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്. ആ കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും അട്രാക്റ്റീവായിട്ട് ചെയ്യുന്നുള്ളതാണ്. പിന്നെയാണ് മേക്ക് ഇറ്റ് ഈസി. നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാം. അതായത് നമ്മൾ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുക. ഒരു വലിയ കാര്യം ചെയ്യുന്നതിനേക്കാളും അതിൻ്റെ ചെറിയൊരു പാർട്ട് ചെയ്യാന്നുള്ളതാണ്. ലാസ്റ്റ് വൺ മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈങ്. നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലത്തെ കാര്യങ്ങൾ ചെയ്യാം. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ബാഡ് ഹാബിറ്റ്സിൻ്റെ കേസസിൽ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അതായത് ഡോണ്ട് മേക്ക് ഇറ്റ് ഒബ്വിയസ്. നമുക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ആയിരിക്കരുത്. അതേപോലെ തന്നെ മേക്ക് ഇറ്റ് അൺഈസി. ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്ന പോലെ ആക്കി വയ്ക്കുക. പിന്നെ മേക്ക് ഇറ്റ് അൺഅട്രാക്റ്റീവ്. നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും അതിൽ ചേർക്കാതിരിക്കുക. അതേപോലെ തന്നെ ഫൈനൽ വൺ അൺസാറ്റിസ്ഫൈങ്. നമ്മൾ ആ ബാഡ് ഹാബിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സാറ്റിസ്ഫൈങ് അല്ലാത്ത പോലെ നമ്മൾ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഈ കാര്യങ്ങളാണ് നമ്മൾ ബാഡ് ഹാബിറ്റ്സിൽ നോക്കേണ്ടത്. ദെൻ ഫൈനലി ഈ ബുക്കിൻ്റെ ഓഥർ പറയുന്നത് ജസ്റ്റ് ഡു ഇറ്റ് എന്നുള്ളതാണ്. ചെയ്തു തുടങ്ങുക. എത്ര വലിയ കാര്യങ്ങളാണെങ്കിലും സിമ്പിൾ സ്റ്റെപ്സ് ആക്കിയിട്ട് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വയ്ക്കുക എന്നുള്ളതാണ്. സോ ഇതൊക്കെയാണ് ഈ ബുക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ പോയിന്റ്സ് എന്ന് പറയുന്നത്. മേക്ക് ഷുവർ നിങ്ങൾ ഈ ബുക്ക് എന്തായാലും വായിച്ചിരിക്കണം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഹാബിറ്റ് ജേർണി സ്റ്റാർട്ട് ചെയ്യണം. സോ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.